ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പപ്പിയെ കണ്ടെത്താൻ വേണ്ടി എന്തിനും തയ്യാറായിട്ട് നിൽക്കുകയാണ് സത്യഭാമ. അതുകൊണ്ട് തന്നെ രാഘവൻ സത്യഭാമയോട് ശാലിനിയുടെ സഹായം തേടാനായി പറയുന്നു. അതുകൊണ്ട് തന്നെ ശാലിനി ഒന്നിങ്ങോട്ട് വിളിക്കാൻ പറയുകയാണ് ഭാമ പൊന്നിയോട്. പൊന്നി പറയുന്നു, ശാലിനി കുഞ്ഞ് കുറച്ച് മുന്നേ ഇവിടുന്ന് പോയതാണ്, എങ്ങോട്ടെന്ന് അറിയാൻ കഴിയില്ല. നീ ഫോൺ എടുത്ത് ശാലിനി ഒന്ന് വിളിക്കാൻ രാഘവൻ ഭാമയോട് പറയുന്നു. നിവൃത്തിയില്ലാതെ ശാലിനിയെ വിളിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഭാമ. അങ്ങനെ ശാലിനിക്ക് കോള് ചെയ്യുന്നു. അതേസമയം ശാലിനി അവിടെ എത്തുകയും ചെയ്തു. ഹലോ സത്യമ്മേ എന്ന് ചോദിച്ചുകൊണ്ട് ശാലിനി ഫോൺ എടുത്തിരിക്കുന്നു. ഒരാൾ കാറിൽ നിന്നും ഇറങ്ങി സത്യഭാമ ശാലിനി നോക്കി ഇങ്ങനെ നിൽക്കുന്നു. ഇറങ്ങുമെന്ന് പപ്പിയോട് പറയുകയാണ് ശാലിനി. അങ്ങനെ പപ്പി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നു. പപ്പിയെ കണ്ടതും എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു. വീണ്ടും പറഞ്ഞു സത്യമ്മ എന്ന് ശാലിനി സത്യഭാമയോട് ഫോണിലൂടെ പറയുന്നു. പെട്ടെന്ന് സത്യഭാമ ഫോൺ കട്ട് ചെയ്തു. പപ്പി പോകാൻ തുടങ്ങിയപ്പോൾ ശാലിനി പപ്പിയോട് പറയുന്നു, മോളെ അവരോടൊക്കെ പറയേണ്ടത് എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ബാഗ് വാങ്ങി പപ്പി അവരുടെ അടുത്തേക്ക് പോകുന്നു. നിക്കേ വാ ഇവിടെ എന്ന് പറഞ്ഞ് പപ്പിയെ വിളിക്കുകയാണ് ഭാമ. എടി നീ സ്കൂളിൽ നിന്ന് എങ്ങോട്ടാ പോയത് എന്ന് ഭാമ ചോദിക്കുന്നു. ഞാൻ അമ്പലത്തിൽ ഭജന ഇരിക്കാൻ പോയതാണ് സത്യമേ എന്ന് പപ്പി പറയുമ്പോൾ സത്യഭാമ പറയുന്നു, സ്കൂളിൽ പോകേണ്ട സമയത്ത് അമ്പലത്തിൽ ഭജന ഇരിക്കാൻ പോയെന്നോ? അമ്മയുടെ അവസ്ഥ കണ്ട് ദേവിയോട് പ്രാർത്ഥിക്കാൻ പോയതാണ്. അമ്മയുടെ കിടപ്പ് കണ്ട് ചങ്ക് പൊട്ടിപ്പോയെന്നൊക്കെ വേദനയോടെ പപ്പി പറയുന്നു. അമ്മ എത്രയും വേഗം സുഖപ്പെടുത്തി എന്നോട് ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് ദേവിയോട് പറയാൻ പോയതാണ് എന്നൊക്കെ പപ്പി പറയുമ്പോൾ എല്ലാവരും ഇത് വിഷമത്തോടെ കേട്ട് നിൽക്കുന്നു. കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന ദേവി എളുപ്പം കേൾക്കുമെന്ന് ഈ അങ്കിളാണ് പറഞ്ഞത്. എടി നിന്നോട് ഞാൻ എന്ന് പറഞ്ഞ് സത്യഭാമ ഇപ്പോൾ പപ്പിയെ വഴക്ക് പറയാൻ തുടങ്ങിയപ്പോൾ ശാലിനി അവിടേക്ക് വന്ന് സത്യാമ്മ എന്ന് വിളിക്കുന്നു. മോളെ വഴക്ക് പറയണ്ട, ഇവിടെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, മോൾ അകത്ത് പോയെന്ന് പറയുന്നു. അങ്ങനെ പപ്പിയെ അകത്തേക്ക് പോകുന്നു. ക്ഷേത്രത്തിൽ സ്കൂൾ യൂണിഫോമിൽ ഒരു കുട്ടി ഭജന ഇരിക്കുന്നത് കുട്ടി ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കി ബി പോലീസാണ് വിവരം അറിയിച്ചത്. ഈ കാര്യങ്ങളൊക്കെ കളക്ടറേറ്റിലും എത്താറുണ്ട്. ഫോട്ടോ കണ്ട് എൻ്റെ സ്റ്റാഫിൽ ഒരാളാണ് പപ്പി മോളെ തിരിച്ചറിഞ്ഞത്. സ്കൂളിൽ വിവരം അറിയിച്ച് കുറെ വിഷയമാക്കണ്ട എന്ന് കരുതി ഞാൻ നേരെ പോയി കൂട്ടിക്കൊണ്ടുവന്നു എന്നൊക്കെ പറയുമ്പോൾ രാഘവൻ ഇങ്ങനെ ഭാമ എന്ന് വിളിക്കുന്നു. ഭാമ ഒന്നും മിണ്ടുന്നില്ല, എല്ലാം കേട്ടോണ്ട് നിൽക്കുകയാണ്. അല്ല സത്യമ്മ എന്തിനെ ഇപ്പോൾ വിളിച്ചത് എന്ന് ശാലിനി സത്യഭാമയോട് ചോദിക്കുന്നു. നീ ഇവിടെ താമസം തുടങ്ങിയതല്ലേ, ഇവിടെയുള്ളവർ എങ്ങോട്ടെങ്കിലും പോകുന്നെങ്കിൽ അത് പറഞ്ഞിട്ട് പോകണം, കുട്ടികളായാലും മുതിർന്നവരായാലും എന്നൊക്കെ ഭാമ ഇപ്പോൾ ശാലിനിയോട് പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട് ശരി സത്യാമ്മ എന്ന്. അങ്ങനെ അകത്തേക്ക് പോകുന്നു. പുച്ഛത്തോടെ രാഘവൻ സത്യഭാമയെ നോക്കുന്നു. എന്താ രാഘവേട്ട, പപ്പിമോള് തിരിച്ചു വന്നില്ലേ എന്നൊക്കെ സത്യഭാമ പറയുമ്പോൾ രാഘവൻ പറയുന്നു, അല്ല ഭാമേ, ഞാനിപ്പോൾ ഒരു ജീവിയുടെ കാര്യം ആലോചിക്കുകയായിരുന്നു. ഏത് ജീവിയുടെ കാര്യം എന്നെ സത്യഭാമ ചോദിക്കുമ്പോൾ രാഘവൻ പറയുന്നു, ഏതോ ഒരു ജന്തുവിന്റെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും നിവരില്ല എന്ന് പറയില്ലേ, അതിന്റെ കാര്യം തന്നെയാണ്. അതിന് നന്ദിയെങ്കിലും ഉണ്ട്, നിനക്കാണെങ്കിൽ അതുമില്ല. ഇത്രയും പറഞ്ഞ് രാഘവൻ അകത്തേക്ക് പോകുന്നു. ഒന്നും മിണ്ടാതെ സത്യഭാമ നിൽക്കുന്നു. എന്താടോ എന്ന് പിള്ളച്ചേട്ടനോട് ചോദിക്കുന്നു. ഒന്നുമില്ല എന്ന് പിള്ളച്ചേട്ടനും പറയുന്നു. എന്നാ പോ എന്ന് പറയുന്നു. പിള്ളച്ചേട്ടൻ ഒറ്റയോട്ടം അകത്തേക്ക്. നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പൊന്നിയോട് ചോദിക്കുന്നു. ഇല്ല സത്യാമ്മ എന്ന് പറഞ്ഞ് പൊന്നിയും അകത്തേക്ക് പോയി. ഏതായാലും ആകെ നാണം കെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ സത്യഭാമ, ഇപ്പോൾ വിഷമത്തിലും. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ അരികിൽ തന്നെയുണ്ട് രോഹിത്. പനിയുണ്ടോ എന്ന് ശ്യാമയുടെ നെറ്റിയിലേക്ക് ഇങ്ങനെ തൊട്ടു നോക്കുന്നുണ്ട്. ശാലിനി അവിടേക്ക് വന്നു. പപ്പിമോളോ എന്ന് രോഹിത് ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നു, അമ്പലത്തിലുണ്ടായിരുന്നു, ഞാൻ കൂട്ടിക്കൊണ്ടു വന്നു. ശാലിനി കണ്ടതും വീണ്ടും ശ്യാമ ഇങ്ങനെ പുഞ്ചിരിയോടെ കിടക്കുന്നു. പിന്നെയും കുഞ്ഞേച്ചി എന്ന വിളി മാത്രം. ഒന്ന് ഉറങ്ങിയതായിരുന്നു. ശാലിനിയുടെ ശബ്ദം കേട്ടപ്പോഴാണ് എഴുന്നേറ്റത് എന്ന് രോഹിത് പറയുന്നുണ്ട്. പപ്പിമോള് ശാലിനി അന്വേഷിച്ചു പോയ ധൈര്യത്തിലാണ് ഞാൻ ഇവിടെ ഇരുന്നത്. ഇടിക്കേട്ട് ശാലിനി പറയുന്നുണ്ട്, അവള് മിടുക്കിയല്ലേ, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാണ്. ശ്യാമയോട് പലതും എന്ന് ശാലിനി ചോദിക്കുമ്പോൾ രോഹിത് പറയുന്നു, പപ്പിമോളെ തന്നെ ശ്യാമ തിരിച്ചറിയുന്നില്ല. നമുക്കെല്ലാം ശരിയാക്കാം രോഹിത്തെ, എനിക്ക് ഉറപ്പുണ്ട് ഇവളെ പഴയതുപോലെ എഴുന്നേൽപ്പിച്ച് നടത്താൻ പറ്റുമെന്ന് എന്നൊക്കെ ശാലിനി. ശാരദാമ്മയുടെ കാര്യം കുഴപ്പമില്ല സത്യമോള് എന്ന് രോഹിത് ചോദിക്കുന്നു. അവളോട് ഞാൻ ഒരു ഗോവയിൽ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ പോയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശേഷിയുള്ള കുട്ടിയാണ് സത്യ. പുറത്തൊക്കെ ഞാൻ ജോലി ചെയ്യുമ്പോൾ എപ്പോഴും ക്യാമ്പ് ഓഫീസിലെ സ്റ്റാഫിനൊപ്പം ഒറ്റയ്ക്കായിരുന്നു അവള് എന്നൊക്കെ ശാലിനി പറയുന്നു. ശേഷം കാണിക്കുന്നത് ബാൽക്കണിയിൽ നിൽക്കുകയാണ് വിഷ്ണു. പപ്പിമോളെ കാണാത്തതിന്റെ ഒരു ടെൻഷനുണ്ട് മുഖത്ത്. പിന്നെ ശാലിനിയെ കുറിച്ചും ഇങ്ങനെ ആലോചിക്കുന്നു. പപ്പി വിഷ്ണുവിന്റെ അരികിലേക്ക് വന്നു. വിഷ്ണു അച്ഛ എന്നെ വിളിച്ചുകൊണ്ട് വന്നു. ആ വാ വാ, വിഷ്ണു അച്ഛൻ്റെ പപ്പിക്കുട്ടി വന്നുവോ എന്നൊക്കെ വിഷ്ണു ചോദിക്കുന്നു. വിഷ്ണു അച്ഛനോട് പപ്പിമോള് പിണക്കുവാണ്, പപ്പിമോളെ കാണാതെ പോയി എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അച്ഛൻ വന്നില്ലല്ലോ എന്നൊക്കെ പപ്പി. അതാണോ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് വിഷ്ണു. എന്താ ചിരിക്കുന്നത് എന്ന് പപ്പി ചോദിക്കുന്നു.
പറഞ്ഞു തരാം മതി എന്ന് പറഞ്ഞ കസേരയിൽ ഇരിക്കുകയാണ് വിഷ്ണു. അതൊരു സീക്രട്ട് ആണെന്നും വിഷ്ണു പറയുന്നു. എൻ്റെ പപ്പി മോൾക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് വിഷ്ണു അച്ഛൻ അറിയാമായിരുന്നു എന്ന് വിഷ്ണു പറയുമ്പോൾ പപ്പി ചോദിക്കുന്നു അതെങ്ങനെയാണെന്ന്. എടി നിന്നെ കാണാനില്ല എന്ന് സ്കൂളിൽ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പപ്പിമോളുടെ അച്ഛനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ പപ്പിമോളുടെ അച്ഛൻ പറഞ്ഞത് എന്താണെന്ന് അറിയോ? പപ്പിമോളെ കണ്ടു കിട്ടിയെന്നും രക്ഷിക്കാൻ ആള് പോയിട്ടുണ്ടെന്നും. അതെങ്ങനെയാ അപ്പോഴത്തേക്ക് അച്ഛൻ അറിഞ്ഞത് എന്ന് പപ്പി ചോദിക്കുന്നുണ്ട്. അതുവിടെ എന്തായാലും വിചാരിച്ചതുപോലെ എൻ്റെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വന്നല്ലോ എന്നൊക്കെ വിഷ്ണു പറയുന്നു. അല്ല സ്കൂളിൽ നിന്ന് ചാടിയിട്ട് എങ്ങോട്ട് പോയതാ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ പപ്പി പറയുന്നു അമ്മയുടെ അസുഖം ഭേദമാകാൻ വേണ്ടി അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോയതാണ്. എൻ്റെ കുട്ടിയുടെ അമ്മയുടെ അസുഖമൊക്കെ ഇനി പെട്ടെന്ന് മാറിക്കോളും കേട്ടോ. അമ്മയുടെ അസുഖത്തിനുള്ള മരുന്ന് എത്തിയിട്ടുണ്ട് എന്ന് വിഷ്ണു. ആര്? അമ്മയുടെ കുഞ്ഞേച്ചിയോ എന്നിങ്ങനെ ആകാംക്ഷയോടെ പപ്പിമോള് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പുഞ്ചിരിയോടെ മൂളി പറയുകയാണ് വിഷ്ണു. ഹായ് എന്ന് സന്തോഷത്തോടെ പപ്പി പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ഇനി ഒരു സീക്രട്ടും കൂടി പറയാം. പപ്പിമോളുടെ അമ്മയുടെ കുഞ്ഞേച്ചിയാണ് ചേച്ചിയമ്മ. സത്യം എന്ന് സന്തോഷത്തോടെ വീണ്ടും പറയുകയാണ് പപ്പി. സത്യം എന്ന് പറഞ്ഞ് പപ്പിയുടെ കയ്യിലടിച്ച് സത്യം ചെയ്ത് കൊടുക്കുകയാണ് വിഷ്ണു. രണ്ടും ഒരാളാണോ? ആളിവിടെ ഇല്ലേ എന്ന് ചോദിക്കുന്നു. പിന്നെ പപ്പി മോളെ എത്തിയെങ്കിൽ ചേച്ചിയമ്മയും എത്തിയിട്ടുണ്ടാകും എന്ന് വിഷ്ണു പറയുമ്പോൾ അതെന്താണെന്ന് പപ്പി ചോദിക്കുന്നുണ്ട്. അത് വേറൊരു സീക്രട്ട് ആണെന്ന് വിഷ്ണു പറയുമ്പോൾ വീണ്ടും പപ്പി പറയുന്നുണ്ട് ഇന്ന് മൊത്തം സീക്രട്ട് ആണല്ലോ എന്ന് പെട്ടെന്ന് പറ. പപ്പിമോളെ കാണാനില്ല എന്ന് പറഞ്ഞ് അന്വേഷിക്കാനായിട്ട് ചേച്ചിയമ്മ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കണ്ടില്ലായിരുന്നല്ലോ എന്ന് പപ്പി. അതൊന്നും എനിക്കറിയില്ല എന്ന് വിഷ്ണു. അങ്ങനെ പപ്പി അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നു. വിഷ്ണു ആലോചിക്കുന്നു ചേച്ചിയമ്മയും പപ്പിയുടെ ശ്യാമയുടെ കുഞ്ഞേച്ചിയും ഒരാളെന്നറിഞ്ഞാൽ ശാലിനിക്ക് ഒരു പക്ഷേ സത്യം പറയേണ്ടി വരും. ഇതേ സമയം ശ്യാമയുടെ തൊട്ടരികിൽ ഇരിക്കുകയാണ് ശാലിനി. പപ്പി അങ്ങോട്ടേക്കാണ് ഓടിപ്പോകുന്നത്. ശാലിനി കുറച്ച് വെള്ളം കുടിക്കുകയായിരുന്നു. രോഹിത് പറയുന്നു ശാലിനി ചോദിക്കുന്നുണ്ട് ഒന്നും തോന്നരുത്. സത്യയുടെ കാര്യം ആ രഹസ്യം സത്യമ്മയോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാമായിരുന്നു. ശാലിനി അത് എന്നോട് പറയാവുന്നതാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. അങ്ങനെ പറയാൻ രഹസ്യമൊന്നും ഇല്ല രോഹിത്തെ എന്ന് ശാലിനിയും പറയുന്നു. അവിടേക്കാണ് പപ്പി വന്നുകൊണ്ടിരിക്കുന്നത്. ശരി പറയണോ എന്നുള്ളത് ശാലിനിയുടെ ഇഷ്ടം. എന്തായാലും എനിക്കും ശ്യാമയ്ക്കും ശാലിനിയെ പൂർണ്ണ വിശ്വാസമാണ്. ആ വെള്ളം കുടിച്ച് പകുതി അവിടേക്ക് വെക്കുകയാണ് ശാലിനി. വിഷ്ണു ഒരിക്കലും രണ്ടാമതൊരു വിവാഹം കഴിക്കുമെന്ന് ഞങ്ങൾ ആരും കരുതിയതല്ല എന്ന് രോഹിത് പറയുന്നു. പപ്പി അവിടേക്ക് വന്ന് നോക്കിയപ്പോൾ ശാലിനി ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നതാണ് കാണുന്നത്. സത്യാമ്മയുടെ ഇത്രയും സമ്മർദ്ദങ്ങൾ അതിജീവിച്ച ആളല്ലേ, ഇതിപ്പോൾ എല്ലാവർക്കും ഒരു ഞെട്ടലായി എന്നൊക്കെ രോഹിത് പറയുന്നു. ശ്യാമയ്ക്ക് ഇനി മെഡിസിൻസ് വല്ലതും കൊടുക്കാനുണ്ടോ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ രോഹിത് പറയുന്നുണ്ട് ഇനി രാത്രിയേ ഉള്ളൂ എന്ന്. വിഷ്ണു പറഞ്ഞത് വീണ്ടും പപ്പി ഓർക്കുന്നു. അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് പപ്പി. രോഹിത് തിരിഞ്ഞു നോക്കുന്നു. ശാലിനിയും തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് ഇത് ചേച്ചിയമ്മയാണെന്നുള്ള കാര്യം പപ്പിക്ക് മനസ്സിലാകുന്നത്. ശാലിനിയെ ഒന്നിങ്ങനെ നന്നായിട്ട് നോക്കുകയാണ് പപ്പി. സത്യയുടെ അമ്മയാണോ ചേച്ചിയമ്മ എന്ന് രോഹിത്തിനോട് പപ്പി ചോദിക്കുന്നു. അതേ മോളെ എന്ന് രോഹിത് പറഞ്ഞു. ശാലിനി ഒരു പുഞ്ചിരിയുടെ പപ്പിയെ നോക്കുന്നു. വീണ്ടും പപ്പി പറയുകയാണ് സത്യയുടെ അമ്മ തന്നെയാണോ അമ്മയുടെ കുഞ്ഞേച്ചി? അതെ എന്ന് രോഹിത്. പെട്ടെന്ന് തന്നെ പപ്പി അവിടെ നിന്നും ഓടിപ്പോകുന്നു. രണ്ടുപേർക്കും ഒന്നും മനസ്സിലായില്ല. പപ്പിമോൾ എങ്ങോട്ടാ ഓടിയത് എന്ന് രോഹിത് ചോദിക്കുന്നുണ്ട്. രോഹിതം പിറകെ പോകുന്നു. പപ്പി ഓടിയിരിക്കുന്നത് ആ ഫോട്ടോയ്ക്ക് അരികിലേക്കാണ്. ശാലിനിയുടെ മുഖം മറച്ചു വെച്ചിരിക്കുന്ന ആ ഫോട്ടോയ്ക്ക് അരികിലേക്ക്. ആ ഫോട്ടോയിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. എന്നിട്ട് ഒരു ടീപ്പോയുടെ മുകളിൽ കയറിയിട്ട് ആ സ്റ്റിക്കർ മാറ്റാനുള്ള ശ്രമത്തിലാണ് പപ്പി. രോഹിതും തൊട്ടരികിൽ തന്നെയുണ്ട്. ആ സ്റ്റിക്കർ ഇപ്പോൾ പപ്പി ഇളക്കി നോക്കുന്നു. അപ്പോഴാണ് അത് തൻ്റെ ശാലിനിയാണ്, തൻ്റെ സത്യയുടെ അമ്മയാണ് എന്നുള്ള കാര്യം അറിയുന്നത്. ചേച്ചിയമ്മ എന്ന് അതിൽ നോക്കി ഇങ്ങനെ പപ്പി ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നോക്കി നിൽക്കുന്നു. ആദ്യമായി ശാലിനിയെ കണ്ട നിമിഷം പപ്പി ഓർക്കുന്നു. ഒരുപാട് തവണ ശാലിനിയെ കണ്ടിട്ടും മനസ്സിലാക്കാൻ സാധിക്കാത്തതിൽ വിഷമത്തോടെ നിൽക്കുകയാണ് പപ്പി. പെട്ടെന്ന് അതിൽ നിന്നും ഇറങ്ങി മുകളിലേക്ക് ഓടിപ്പോവുകയാണ് പപ്പി. ശ്യാമയുടെ അരികിൽ നിന്ന് ശാലിനി പറയുന്നുണ്ട് ശ്യാമയെ കൃത്യമായി മരുന്ന് കഴിക്കാതെ എങ്ങനെ അസുഖം മാറുന്നത്? ഞാൻ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നിൽക്കണമെന്ന് വാശി പിടിക്കരുത്. അതിന് വലിയ സാഹചര്യമല്ല നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നീ പഴയ ശ്യാമയായിട്ട് മാറണം. അതിന് ആദ്യം വേണ്ടത് കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം. പിന്നെ നമ്മുടെ മനസ്സെപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. അപ്പോൾ പിന്നെ രോഗാവസ്ഥയ്ക്ക് നമ്മളെ വിട്ട് ഓടി ഒളിക്കും എന്നൊക്കെ ശാലിനി പറഞ്ഞു കൊടുക്കുന്നു. ഇതേ സമയം പപ്പി അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഈ ഗുളിക കഴിക്കുക, വാ തുറക്ക് എന്ന് പറഞ്ഞ് ശ്യാമയ്ക്ക് ടാബ്ലറ്റ് കൊടുക്കുകയാണ് ശാലിനി. ഇപ്പോൾ ഒരു പുഞ്ചിരിയോടെയാണ് പപ്പി അവിടേക്ക് വന്ന് നിൽക്കുന്നത്. എന്താ മോളെ ഇങ്ങനെ നോക്കുന്നത് എന്ന് ശാലിനി ചോദിക്കുമ്പോൾ ശാലിനിയെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ് പപ്പി. ഒന്ന് കുനിയാൻ പറയുന്നുണ്ട് പപ്പി. അങ്ങനെ ആ കസേരയിൽ ഇരിക്കുകയാണ് ശാലിനിയെ കെട്ടിപ്പിടിച്ച് പപ്പി ഒരു മുത്തം കൊടുക്കുന്നു.
എന്താ മോളെ ഇതൊക്കെ, എന്തിനാ ഉമ്മ തന്നത് എന്ന് ശാലി ചോദിക്കുമ്പോൾ പപ്പി പറയുന്നു, അപ്പോൾ വിഷ്ണു അച്ഛൻ്റെ ഭാര്യയായിരുന്നല്ലേ ചേച്ചിയമ്മ? പറ ആയിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായി, അത് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ താഴെ പോയി നോക്കിയത് എന്ന് പപ്പി പറയുന്നു. രോഹിത്തും അവിടെ എത്തി. അവിടെ ഞാൻ വിഷ്ണു അച്ഛൻ്റെ അടുത്ത് നിൽക്കുന്ന ചേച്ചിയമ്മയെ കണ്ടല്ലോ കുടുംബ ഫോട്ടോയിൽ. എന്നിട്ടെന്താ എന്നോട് ഇത്രയും കാലം പറയാതിരുന്നത് എനിക്ക് പപ്പി വിഷമത്തോടെ ചോദിക്കുന്നു. അപ്പോൾ സത്യയ്ക്കും അറിയില്ലേ എന്നും ചോദിക്കുന്നു. എന്തിനാ ഞങ്ങൾ ഇന്ന് ഇത് ഒളിപ്പിച്ചു വെച്ചത്? അച്ഛൻ അറിയില്ലായിരുന്നോ ഇതാ ചേച്ചിയമ്മയെന്ന് പപ്പി ചോദിക്കുമ്പോൾ മൂളുകയാണ് രോഹിത്ത്. ഞാനും സത്യം എവിടെല്ലാം പോയി അന്വേഷിച്ചു, എത്ര കഷ്ടപ്പെട്ടോ, എന്നിട്ടും ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പപ്പി. അത് മോൾക്കറിയാലോ, പറയാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു എല്ലാം. സത്യമ്മയായിട്ടുള്ള ചെറിയൊരു വഴക്കിന്റെ പേരിൽ ചേച്ചിയമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. മോള് ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് ശാലിനി പറയുമ്പോൾ എനിക്കിപ്പോൾ എത്ര സന്തോഷമായെന്ന് അറിയോ ചേച്ചിയമ്മ എന്ന് പറഞ്ഞ് പപ്പി ശാലിനിക്ക് വീണ്ടും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. സത്യ എൻ്റെ സ്വന്തമായിരുന്നല്ലേ എന്ന് വീണ്ടും സന്തോഷത്തോടെ പപ്പി ചോദിക്കുന്നു. എൻ്റെ അമ്മയുടെ സ്വന്തം കുഞ്ഞേച്ചിയുടെ മോള്. ഇത് കേട്ട് ശാലിനി ഇങ്ങനെ വിഷമത്തോടെ പറയുന്നു. അതെ, മോളുടെ സ്വന്തം തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരും ഒരു കുടുംബത്തിലെയാണ്, ഒരൊറ്റ കുടുംബത്തിലെ. ഞാനിതൊന്നും അറിഞ്ഞില്ലായിരുന്നല്ലോ എന്നൊക്കെ പപ്പി പറയുന്നു. ഈ വിവരം സത്യ അറിയുമ്പോൾ എന്ത് സന്തോഷമാവുമെന്ന് അറിയോ? അച്ഛ ആ ഫോണിങ് തന്നെ ഇപ്പൊ തന്നെ സത്യ വിളിച്ച് പറയാം ചേച്ചിയമ്മയെ ഞാൻ കണ്ടുപിടിച്ചെന്ന് എന്നൊക്കെ പപ്പി പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, മോളെ അത് വേണ്ടാന്ന്. വേണം ചേച്ചിയമ്മേ, ഞങ്ങൾ രണ്ടുപേരും ശാരദാമ്മയുടെ കൊച്ചുമക്കളാണെന്ന് അറിയുമ്പോൾ സത്യ ഏറെ സന്തോഷിക്കും, ചിലപ്പോൾ തുള്ളിച്ചാടും. ഞങ്ങൾ സഹോദരിമാരെന്നെങ്കിൽ ഒരു വീട്ടിൽ താമസിക്കുമായിരുന്നു എന്ന് എത്ര വട്ടം പറഞ്ഞു എന്നറിയോ സത്യ? ഈ കാര്യം നേരിൽ കണ്ടാണ് പറഞ്ഞിരുന്നെങ്കിൽ അവള് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നേനെ. ആ ഫോണൊന്ന് താ അച്ഛാ എന്നൊക്കെ രോഹിത്തിനോട് പപ്പി പറയുന്നു. ഞാൻ ഇപ്പോൾ തന്നെ അവളെ വിളിച്ചൊന്ന് പറയട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്യാമയ്ക്കും ഒരുപാട് സന്തോഷം കൊണ്ട് ഇങ്ങനെ കണ്ടു നിറയുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.